ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് LHGA സെക്രട്ടറി പേപ്പർ 2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ LHGA സെക്രട്ടറി പേപ്പർ 2 വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചു അല്ലെ. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിലുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്ലാസ് നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടെ നമുക്ക് തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡെഫിനിഷൻസ് വരുന്നുണ്ട്. എന്താണ് ചില ഡെഫിനിഷൻസ് ചില വ്യക്തികൾ കൊണ്ടുവന്ന് ഡെഫിനിഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർവചനങ്ങൾ അഥവാ ഡെഫിനിഷൻസ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ചില ഇൻഡിക്കേറ്റർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായവൽക്കരണം, അർബനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ. ഇതുപോലൊരു ടോപ്പിക് പഠിക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. സോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരമാവധി ഞാൻ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ അത്രയും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയത്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ പോകുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ നിങ്ങൾ അറിയിക്കണം. ആ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ട നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. ഓക്കെ, കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ചില നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹെർമൻ ഡാലി. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട പേരാണ് ഹെർമൻ ഡാലി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ എക്കണോമിസ്റ്റ്. ഇദ്ദേഹം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചില നിർവചനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമുക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഹെർമൻ ഡാലി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മുടെ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെ. പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്താണ്, അത് നമ്മൾ പരിമിതപ്പെടുത്തണം. ജനസംഖ്യ എന്താണ്, ഒരു പരിധിക്ക് മേലെ പോവാൻ വേണ്ടി പാടില്ല, അത് നമ്മൾ പരിമിതപ്പെടുത്തണം. അങ്ങനെ ജനസംഖ്യ കൂടുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഭൂമിയിൽ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂമിയിൽ ഒരുപാട് റിസോഴ്സ് ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അല്ലെ. ഫൈനൈറ്റ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രം നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. പോപ്പുലേഷൻ കൂടുന്നു എന്ന് കരുതിയിട്ട് എന്താണ് ഈ ഒരു ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് കൂടെന്ന് യാതൊരു നിർബന്ധവും കൂടത്തൂല്ല. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പോപ്പുലേഷൻ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അവിടെ എന്താണ് പറയുന്നത്? ജനസംഖ്യ നമ്മൾ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കൂടുന്നതെങ്കിൽ അവിടെ എന്താണ് റിസോഴ്സസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അതായത് 2, 4, 6 ഒരു കോമൺ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മുടെ എന്താണ് റിസോഴ്സസ് കൂടുന്നത്. ബട്ട് എന്താണ് ഈ രീതിയിൽ പോപ്പുലേഷൻ കൂടുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ്. 2, 8 ആ രീതിയിൽ ഇങ്ങനെ കൂടി വരികയാണല്ലേ. സോ അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ്. അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഡേഞ്ചർ ആണ്. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ പോപ്പുലേഷൻ ലിമിറ്റ് ചെയ്യണമെന്ന് ഹെർമൻ ഡാലി ആദ്യം പറഞ്ഞു വെച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? നമ്മുടെ
ഭൂമിയുടെ ആ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാഹക ശേഷി എന്നൊക്കെ നമുക്ക് പറയാം. ഭൂമിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി, ഭൂമിക്ക് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളിപ്പോ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനൊരു മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. അതുപോലെ ഭൂമിക്ക് എന്താണ് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഷിപ്പ് ബേസ് ചെയ്തിട്ടാണ്. ഷിപ്പിന് നമ്മൾ പ്ലിൻസോൾ ലൈൻ എന്ന രീതിയിൽ പറയും. ഷിപ്പിന് നമ്മൾ പ്ലിൻസോൾ ലൈൻ എന്ന് പറയും. ഒരു ഷിപ്പിന്, അതായത് കപ്പലിന്, കപ്പല് കടലിലൂടെ പോകുന്ന സമയത്ത് അതിന് പരമാവധി ഒരു ഭാരം കയറ്റാൻ വേണ്ടി പറ്റും. ഇത്ര ടൺ ഭാരമാണ് അതിന് മാക്സിമം കപ്പാസിറ്റി എങ്കിൽ അതിന് മേലെ ഒരിക്കലും കയറ്റത്തില്ല, അതിന് താഴെ മാത്രമേ കയറ്റത്തുള്ളൂ അല്ലെ. എന്തുകൊണ്ടാണ് ആ ഷിപ്പിന്റെ പ്ലിൻസോൾ ലൈൻ അല്ലെങ്കിൽ അതിന്റെ മാക്സിമം കപ്പാസിറ്റിക്ക് മേലെ നമ്മൾ കയറ്റാത്തത്? നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന കാര്യം തന്നെയാണ്, കപ്പൽ മുങ്ങും അല്ലെ. അതുപോലൊരു കപ്പലാണ് നമ്മുടെ ഭൂമിയും. ഈ ഭൂമിയുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ അതിന് മേലെ ആളുകൾ ആയിക്കഴിഞ്ഞാൽ ഭൂമിക്ക് താങ്ങാൻ വേണ്ടി പറ്റത്തില്ല. കപ്പൽ മുങ്ങുന്നത് പോലെ എന്താണ്, ഭൂമി റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സോ ഇദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്, ഭൂമിയുടെ വാഹക ശേഷി അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പോപ്പുലേഷൻ നിജപ്പെടുത്തണം അല്ലെങ്കിൽ പരിമിതപ്പെടുത്തണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതിയുടെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്നത് കപ്പലിൽ പരമാവധി ഭാരം കയറ്റാവുന്ന പ്ലിൻസോൾ ലൈനിനെ പോലെയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിന് മുകളിലേക്ക് എന്താണ്, കപ്പലിൽ ഇത്ര ടണ്ണാണ്, 1000 ടൺ ഭാരമാണ് കപ്പലിൽ കയറ്റാൻ വേണ്ടി പറ്റുകയെങ്കിൽ അത് 1001 ആയാൽ കപ്പൽ മുങ്ങുമല്ലേ. അതുകൊണ്ടെന്താണ് ആരും ആ ഒരു പരിപാടി ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് ഭൂമിക്ക് നമ്മൾ കാണുന്ന ഇത്ര വലിയ ഭൂമിയാണല്ലോ, അവിടെ എത്ര മനുഷ്യരെ വേണമെങ്കിലും താങ്ങിക്കോളും എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഭൂമി മറിഞ്ഞു വീഴും എന്ന രീതിയിലല്ല പറയുന്നത്. ഭൂമിക്ക് എന്താണ്, ഭൂമിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഭൂമിയെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ. ഭൂമിയിൽ ലഭ്യമായ റിസോഴ്സസ് എന്താണ് വേഗം എടുത്ത് നമ്മൾ തീർക്കാൻ വേണ്ടി നോക്കും. ഭൂമി അടുത്തൊരു 100 വർഷത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 10 വർഷം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര ജനസംഖ്യ എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ കുറെ കാലം എന്താണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഹർമൻ ഡാലി ആദ്യം പറഞ്ഞു വെച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻപുട്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ റിസോഴ്സസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ ഇൻപുട്സ് നമ്മൾ എന്താണ് ഓവറായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതിന് പകരമായിട്ട് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ, എഫിഷ്യന്റ് ആയിട്ട് ഇൻപുട്ട് ഉപയോഗിക്കുക, അതിന് വേണ്ട സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുക എന്ന രീതിയിലും ഹെർമാൻ ലി പറഞ്ഞു വെച്ചു. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമുക്ക് റിന്യൂവബിൾ ആയിട്ട് വരുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ, അത് സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ വ്യവസ്ഥയിലായിരിക്കണം അല്ലെങ്കിൽ സുസ്ഥിരതയുടെ അടിസ്ഥാനത്തിലാവണം നമ്മൾ എടുക്കുന്നത്. അതായത് ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് ഭാവിയിലേക്ക് കൂടെ കരുതിയിട്ട്, അല്ലാതെ ഇത് വീണ്ടും ഉണ്ടായിക്കൊള്ളുമല്ലേ എന്ന ചിന്തയിൽ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എടുക്കരുത്. അത് നമ്മൾ എന്താണ് സസ്റ്റൈനബിൾ ബേസിസിൽ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ബദൽ വിഭവങ്ങളുടെ സൃഷ്ടിയുടെ തോതിനേക്കാൾ കുറഞ്ഞ അളവിൽ എന്താണ് അതിന് സാധിക്കാത്ത നോൺ റിന്യൂവബിൾ വിഭവങ്ങളുടെ കാര്യം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് റിന്യൂവബിൾ ആയുള്ള കാര്യങ്ങൾ എന്നാലും കുറച്ചുകൂടി ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ബട്ട് നോൺ റിന്യൂവബിൾ ആയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് എന്ന രീതിയിൽ ഹർമൻ ഡാലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് മലിനീകരണം കാരണമുള്ള പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 5 കാര്യങ്ങളാണ് ഹർമൻ ഡാലി പറഞ്ഞത്. ഈ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഹർമൻ ഡാലിയുടെ നിർദ്ദേശപ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ നമ്മൾ 1, 2, 3, 4 എന്നൊക്കെ തന്നാൽ 1ഉം 2ഉം കറക്റ്റ്, 2ഉം 3ഉം കറക്റ്റ്, അല്ലെങ്കിൽ 1, 2, 3, 4 കറക്റ്റ് എന്നൊക്കെ തന്നാൽ നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലെ. സോ എന്തൊക്കെയാണ് നമുക്ക് സ്ലൈഡിൽ നോക്കിയിട്ട് പറയാം. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സ്ലൈഡിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ കാര്യം എന്താണ്, ലിമിറ്റിംഗ് ഹ്യൂമൻ പോപ്പുലേഷൻ. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു പരിധിന് മേലെ ഒന്നും പോകാൻ വേണ്ടി പാടില്ല, അധികമായാലും അമൃതം വിഷം എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ ലിമിറ്റിംഗ് ഹ്യൂമൻ പോപ്പുലേഷൻ ടു എ ലെവൽ വിത്തിൻ
carrying capacity of the environment. നമ്മുടെ ഭൂമിക്ക് വഹിക്കാൻ വേണ്ടി പറ്റുന്ന, ഭൂമിക്ക് 800 കോടി ജനങ്ങളെയാണ് ഭൂമിക്ക് അറ്റ് എ ടൈം വഹിക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ അവിടെ നമ്മൾ നിർത്തുക. അല്ലാതെ അത് കൂട്ടിക്കൊണ്ടുപോയി 900 കോടിയാകുന്ന സമയത്ത് ആ 900 കോടിയെ ഭൂമി താങ്ങാതെ ഭൂമി മറിഞ്ഞു വീഴും എന്ന സെൻസിൽ ചിന്തിക്കരുത്. ഭൂമി എന്താണ്, ഭൂമിയിലെ റിസോഴ്സ്, അതിന് ലഭ്യമായുള്ള റിസോഴ്സസ് ഉണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഷിപ്പിന്റെ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ഈസ് ലൈക്ക് ദ plimsoll line of the ship which is its load limit mark. അതായത് ഒരു ഷിപ്പിന് എന്താണ്, ഷിപ്പിന് വഹിക്കാൻ വേണ്ടി പറ്റുന്നതിന്റെ മാക്സിമം ഭാരത്തെ, കപ്പാസിറ്റിയെ നമ്മൾ പ്ലിംസോൾ ലൈൻ എന്ന പേരിൽ പറയും. അതുപോലെ എന്താണ്, ഭൂമിക്കും ഒരു പ്ലിംസോൾ ലൈൻ ഉണ്ട്, അതിന് മേലെ നമ്മൾ പോകരുത്. കപ്പൽ മുങ്ങുന്നത് പോലെ ഭൂമിയും എന്താണ്, റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ഭൂമി മുങ്ങുമെന്ന രീതിയിൽ ഭൂമി റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമെന്ന് പറഞ്ഞു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ plimsoll line for the economy, human scale grows beyond the carrying capacity of the earth and deviates from the sustainable development. നമ്മൾ ഇത്തരത്തിൽ എന്താണ്, തലമറന്ന് എണ്ണ തേക്കുക എന്നൊക്കെ പറയല്ലേ, അതായത് ഇത്തരത്തിൽ നമ്മൾ ഒന്നും നോക്കാതെ ഒരുപാട് രീതിയിൽ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഭാവിയിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു പോപ്പുലേഷന് കൂടെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യമാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഷുഡ് ബി ഇൻപുട്ട് എഫിഷ്യന്റ് ആൻഡ് നോട്ട് ഇൻപുട്ട് കൺസ്യൂമിങ്. എന്താണ് കാര്യം, നമുക്ക് ലഭ്യമായുള്ള റിസോഴ്സസ്, അതിപ്പോ എന്ത് റിസോഴ്സ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ മാക്സിമം എഫിഷ്യൻസിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരണം. അല്ലാതെ എന്താണ്, വെറുതെ തന്നെ വേസ്റ്റ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അമിത ഉപയോഗം എന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. എഫിഷ്യന്റ് യൂസ് ആയിരിക്കണം, ഇൻപുട്ടിന്റെ എഫിഷ്യന്റ് യൂസ് ആയിരിക്കണം. എന്ത് കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലേ, നമുക്ക് ലഭ്യമാവുന്ന ഇൻപുട്ട് എന്താണ്, എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയതുപോലെ അമിതമായിട്ട് വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്യരുത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, റിന്യൂവബിൾ റിസോഴ്സ് ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഓൺ സസ്റ്റൈനബിൾ ബേസിസ്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഷുഡ് നോട്ട് ബി എക്സീഡ് റേറ്റ് ഓഫ് ജനറേഷൻ. നമുക്ക് റിന്യൂവബിൾ റിസോഴ്സ് ആണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നാളെയും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും ഉണ്ടാവുമല്ലേ എന്ന ചിന്തയിലല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്, പിന്നെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ഇന്ന് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലാണ് നമ്മൾ ഇപ്പൊ എടുത്ത ക്വാണ്ടിറ്റി, ഈ വർഷം എടുത്ത ക്വാണ്ടിറ്റി ഉണ്ടാകും, അതിന് ഇക്വാലന്റ് ആയിട്ട് മാത്രമേ നമ്മൾ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് ആയാലും ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. തോന്നിയതുപോലെ നമ്മൾ എടുക്കരുത്, അതിന് കൃത്യമായുള്ള മാനദണ്ഡം നമുക്ക് ഉണ്ടായിരിക്കണം. Okay, renewable resource should be extracted on a sustainable basis. That is, rate of extraction should not exceed rate of generation എന്ന രീതിയിൽ ഹെർമൻ ഡാലി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോർ നോൺ റിന്യൂവബിൾ റിസോഴ്സ് റേറ്റ് ഓഫ് ഡിപ്ലീഷൻ ഷുഡ് നോട്ട് എക്സീഡ് റേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് റിന്യൂവബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിൽ, നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ കേസിലാണെങ്കിൽ എപ്പോഴും എന്താണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, അതിന്റെ ഉപയോഗം കൂടാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സ് ഉപയോഗിക്കുന്നത് എത്രയാണോ അതിൽ കുറച്ചിട്ട് മാത്രമേ, അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം എന്താണ്, റിന്യൂവബിൾ റിസോഴ്സ് നമുക്ക് എന്താണ് ഇത്ര വർഷം കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. ബട്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സ് അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ എല്ലാം ഉപയോഗിച്ച് തീർത്താൽ ഭാവിയിലേക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ ഇൻഎഫിഷ്യൻസീസ് അറൈസിംഗ് ഫ്രം പൊല്യൂഷൻ ഷുഡ് ബി കറക്റ്റഡ്. അതായത് പരിസ്ഥിതി മലിനീകരണം കാരണമുള്ള ആ ഒരു കാര്യക്ഷമത ഇല്ലാത്ത അവസ്ഥ കുറയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഹെർമൻ ഡാലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഹെർമൻ ഡാലിയുടെ അഭിപ്രായം വരുന്നത്. ഓക്കെ, ഓരോ ആളുകളുടെ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. ഹെർമൻ ഡാലിയുടെ കാര്യം അവിടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ എഡ്വേർഡ് ബാർബിയർ പറഞ്ഞിട്ടുണ്ട്. എഡ്വേർഡ് ബാർബിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എഡ്വേർഡ് ബാർബിയർ പറഞ്ഞ കാര്യമാണ്, ഏറ്റവും അടിത്തട്ടിലുള്ള പാവങ്ങളുടെ ഭൗതിക ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അടിത്തട്ടിലുള്ള സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പാവങ്ങളുടെ ഭൗതിക ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന രീതിയിൽ എഡ്വേർഡ് ബാർബിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഓർത്തു വെക്കണം. വൺ which is directly concerned with the increasing the material standard of living of the poor at the grassroots level. എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള
പാവങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതിന് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റുമെന്ന് എഡ്വേർഡ് ബാർബിയർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു വികസന പ്രക്രിയകൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ആരംഭിക്കണം. ആ രീതിയിലാണ് എഡ്വേർഡ് ബാർബിയർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഹെർമാൻ ലിയുടെ 5 ഐഡിയാസ് പറഞ്ഞു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള 5 ഐഡിയാസ് എന്ന രീതിയിൽ ഹെർമാൻ ലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ എഡ്വേർഡ് ബാർബിയറുടെ കാര്യവും പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രിയാണല്ലേ, 1972 ജൂൺ 14 UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് സ്വീഡനിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്ന വേളയിൽ മറുപടി പ്രസംഗം നടത്തുന്ന വേളയിൽ ഇന്ദിരാഗാന്ധി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായം എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അഭിപ്രായമാണ്. സോ അത് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. ഇന്ദിരാഗാന്ധി എന്താണ് ആ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലുള്ള കാര്യങ്ങൾ കാരണമല്ല ഉണ്ടാവുന്നത്. മറിച്ച് എന്താണ്, അത് വികസനമില്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്നു. ആ ഒരു രാജ്യത്ത് നിന്നാണ് വേണ്ട രീതിയിൽ ഡെവലപ്മെന്റ് ഇല്ലാത്തതിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു രാജ്യത്തെ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, അവിടെയുള്ള അമിതമായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലുള്ള കാര്യങ്ങളല്ല, മറിച്ച് എന്താണ്, ആ രാജ്യത്ത് വേണ്ടത്ര വികസനം ഇല്ലായ്മയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡെവലപ്ഡ് ആയുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ എന്താണ്, അവരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനത്തിന്റെ പരിണിത ഫലമായിട്ട് പരിസ്ഥിതി നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ. അവർ എന്താണ്, അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ വീണ്ടും ദുരുപയോഗം ചെയ്യുന്നു എന്ന രീതിയിലും പറഞ്ഞു. എന്നാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്താണ്, ഒരിക്കലും പ്രകൃതിയെ ആ രീതിയിൽ ചൂഷണം ചെയ്യേണ്ട ആവശ്യമുള്ള, പരിസ്ഥിതി മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന പരിസ്ഥിതി എന്ന രീതിയിൽ അവർക്ക് എന്താണ്, ആ ഒരു പരിസ്ഥിതി എന്ന് വെച്ചാൽ ഭക്ഷണം നൽകുന്നു, വസ്ത്രം, പാർപ്പിടം കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഉപാധിയാണെന്ന രീതിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളെ കൂടുതൽ എന്താണ്, ഹരിതാപമാക്കാനുള്ള മലനിരകളെയും ആവാസ യോഗ്യമാക്കുന്നുള്ള മാർഗം കൂടിയാണ് നമുക്ക് പരിസ്ഥിതി എന്നും ഇന്ദിരാഗാന്ധി അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയുള്ള ഇംഗ്ലീഷിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്, തർജ്ജിമയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും. സോ ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞത്, സ്വീഡനിൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 ജൂൺ 14 ഇന്ദിരാഗാന്ധി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് അഭിപ്രായപ്പെട്ട കാര്യം ഇതാണ്. എൻവയോൺമെന്റൽ പ്രോബ്ലം ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ വികസ്വര രാജ്യങ്ങളാണ് അല്ലെ, വികസ്വര രാജ്യങ്ങളാണ് ആ ഡെവലപ്പിംഗ് കൺട്രീസ് വരുന്നത്, ആർ നോട്ട് ഓൺ സൈഡ് എഫക്ട് ഓഫ് ദ എക്സസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ബട്ട് റിഫ്ലക്ട് ദ ഇൻഅഡീക്വേറ്റ് ഡെവലപ്മെന്റ്. അവിടെ എന്താണ്, ആ രാജ്യങ്ങളിൽ ഒരിക്കലും എന്താണ്, ആ ഒരു രാജ്യങ്ങളിലെ എൻവയോൺമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്തിനെയല്ല റിഫ്ലക്ട് ചെയ്യുന്നത്, അവിടെയുള്ള എക്സസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം, മറിച്ച് അവിടെ ലഭ്യമല്ലാതെ വരുന്ന വികസന പ്രവർത്തികളാണ്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഇൻഅഡീക്വേറ്റ് ആയിട്ട് വരുന്ന ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ വികസനം വരുന്നില്ല, അതുകൊണ്ടാണ് അവിടെയുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. റിച്ച് countries may look upon development as the cause of environmental destruction, but to us it is one of the primary means of improving environment for living or providing food, water, sanitation and shelter. Okay, ആ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്താണ്, ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ നൽകുന്ന ഒരു ഉപാധിയായിട്ട് കൂടിയാണ് നമ്മൾ പരിസ്ഥിതിയെ കാണുന്നത്. ഓഫ് മേക്കിംഗ് ഡെസേർട്സ് ഗ്രീൻ ആൻഡ് മൗണ്ടൻസ് ഹാബിറ്റാറ്റബിൾ എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിയുടെ ആ ഒരു അഭിപ്രായവും കാര്യങ്ങളും മനസ്സിലായല്ലോ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു തരാം. ദ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ നോട്ട് ദ സൈഡ് എഫക്ട്സ് ഓഫ് എക്സസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ബട്ട് റിഫ്ലക്ട് ദ ഇൻഅഡീക്വേറ്റ് ഡെവലപ്മെന്റ്. ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ എൻവയോൺമെന്റൽ പ്രോബ്ലം ഒരിക്കലും അവിടെയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ആക്ടിവിറ്റീസ് അല്ല, അതിന് മാത്രമുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ആക്ടിവിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ, മറിച്ച് രാജ്യത്തിൽ ഇൻഅഡീക്വേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമാണ് ഈ ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് കാരണമായിട്ട് വരുന്നതെന്ന് പറയുന്നു. അതുപോലെ ദ റിച്ച് കൺട്രീസ് മേ ലുക്ക് അപ്പോൺ ഡെവലപ്മെന്റ് ആസ് ദ കോസ് ഓഫ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ. ഇനി എന്താണ്, വലിയ വികസിത രാജ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവരുടെ എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ കാരണമായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ
ഡെവലപ്മെന്റ് കാരണമായിരിക്കും എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങൾ ആ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ബട്ട് നമ്മളെ പോലെ ഇന്ത്യ പോലെ രാജ്യത്ത് എന്താണ് വൺ ഓഫ് ദ പ്രൈമറി മീൻസ് ഓഫ് ഇംപ്രൂവിംഗ് എൻവയോൺമെന്റ് ഫോർ ലിവിംഗ് ഓർ പ്രൊവൈഡിംഗ് ഫുഡ്, വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഷെൽട്ടർ ഓഫ് മേക്കിംഗ് ഡെസേർട്സ് ഗ്രീൻ ആൻഡ് മൗണ്ടെയിൻസ് ഹാബിറ്റാറ്റബിൾ. നമുക്ക് പ്രകൃതി എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ട കാര്യങ്ങളെ ജീവിക്കാൻ ആവശ്യമുള്ള അനുകൂലമായുള്ള കാലാവസ്ഥ, ഭക്ഷണം, വെള്ളം, സാനിറ്റേഷൻ, ഷെൽട്ടർ പോലുള്ള കാര്യങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ഹരിതാപമായുള്ള ഒരു പ്രകൃതി രൂപം തന്നെ നമുക്ക് ഒരുക്കി തരുന്നു എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞു. ചിലപ്പം ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിപ്പോ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ, ആര് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇതിലും ചുരുക്കിയിട്ടും ചോദ്യം വരാം. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കൺസെപ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ എന്താണ് ഒരിക്കലും ഡെവലപ്മെന്റ് കാരണമല്ല എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ പോലെയുള്ള കാരണങ്ങൾ കൊണ്ടല്ല എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാകുന്നത്, മറിച്ച് അത്തരം കാര്യങ്ങൾ ഡെവലപ്മെന്റ് നടക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ് വികസിത രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ പോലുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിൽ എന്താണ് അവർ ഡെവലപ്മെന്റ് കൂടുതൽ ചെയ്താണ് അവസാനം എൻവയോൺമെന്റിന് ദോഷമായിട്ട് മാറുന്നതെന്ന്. ഇനി ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? വി ഹാവ് സഫിഷ്യന്റ് ഫോർ എവരിബഡീസ് നീഡ്, നോട്ട് ഫോർ ഗ്രീഡ്. എന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളത് ഇല്ലതാനുമെന്നും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വി ഹാവ് സഫിഷ്യന്റ് ഫോർ എവരിബഡീസ് നീഡ്സ്, എല്ലാവരുടെയും ആവശ്യത്തിനുള്ള കാര്യം നമുക്കുണ്ട്, ബട്ട് എന്താണ് അത്യാഗ്രഹത്തിന് ഉള്ളതില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്ത് വെക്കണം. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഞാൻ റേച്ചൽ കാർസൺ, കഴിഞ്ഞ ക്ലാസ്സിൽ റേച്ചൽ കാർസനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? റേച്ചൽ കാർസന്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് പഠിക്കണം. മദർ ഓഫ് ദ മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് കൂടിയാണ് റേച്ചൽ കാർസൺ. അതുകൂടെ റേച്ചൽ കാർസന്റെ പേരിലൊന്ന് പഠിച്ചു വെച്ചോ. മദർ ഓഫ് ദ മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് റേച്ചൽ കാർസൺ. ആ ഒരു കാര്യം കൂടെ റേച്ചൽ കാർസണുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെക്കണം. ഇനിയാണ് നമ്മൾ മറ്റൊരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കുറച്ചധികം ലക്ഷ്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എന്താണ് താഴെ പറയുന്ന എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. സോ എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട UN ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ആദ്യ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ ലോകം മുഴുവൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്? തുല്യതയോടും നീതിയോടും കൂടി ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവിത നിലവാരം നിലനിർത്തുന്ന രീതിയിൽ കൊണ്ടുവരണം. അതായത് ആളുകൾ എന്താണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും ജസ്റ്റിസ്, നീതിയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന രീതിയിൽ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ഒബ്ജക്റ്റീവാണ് ഈ പറയുന്ന തുല്യതയോടും നീതിയോടും കൂടിയ ജീവിത നിലവാരം ഉറപ്പുവരുന്ന ഒരു കാര്യം അല്ലെ. ഓക്കെ, ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഈക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. എന്താണ് കുറച്ചുകൂടെ ക്ലിയർ ആയില്ല ഒരു കാര്യം? ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എങ്ങനെയാണ് തോന്നിയതുപോലെ അല്ല, എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നിലനിർത്താൻ എങ്ങനെയാണ് ഈക്വിറ്റി ആൻഡ് ജസ്റ്റിസോടുകൂടെ, തുല്യതയോടും അതുപോലെ നീതിയോടുകൂടി ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നിലനിർത്തുക എന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട്, എക്സാമ്പിൾ അല്ല ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. തുല്യതയോടും നീതിയോടും കൂടി ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവിത നിലവാരം നിലനിർത്തേണ്ടതുണ്ട്. ലോകത്തിന്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ കണക്കിലെടുത്ത് ആഘാതങ്ങളെ കുറിച്ച് പൂർണ്ണമായ ബോധ്യത്തോടെയുള്ള തീരുമാനങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് എടുക്കേണ്ടത്. സോ ഒരാളുടെയും രണ്ടുപേരുടെയും താല്പര്യങ്ങളല്ല ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ പണമുള്ളവന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും, ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാവരുടെയും താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ടു മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ഓഫ് ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഈക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ആ ഒരു ടേം അവിടെ ഹൈലൈറ്റ് ചെയ്യണം. കൂടെ എന്താണ്? മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു കൺസേർവ് ആൻഡ് പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സ് ഫ്രം മിസ്യൂസ് ആൻഡ് വേസ്റ്റ്ഫുൾ കൺസെപ്ഷൻ. നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ.
നമ്മുടെ ഭൂമിയിൽ ഒരുപാടുണ്ടെന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ വെള്ളമായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്ത് കാര്യമാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പല പ്രൊഡക്റ്റും നമ്മൾ എന്താണ് മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം വെള്ളമൊക്കെ ഒരുപാട് ഉണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് പലരും എന്താണ് വെള്ളമൊക്കെ പാഴാക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ടല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തില്ല, സുസ്ഥിര വികസനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അതും എന്താണ് അതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന രീതിയിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാതെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് ഭൂമിയും അതുപോലെ പ്രകൃതിയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത വളരെ അധികമാണെന്നും ഈ ഒരു ഒബ്ജക്റ്റീവിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? കൺസേർവ് ആൻഡ് പ്രൊട്ടക്ട്. എന്തിനെയാണ് കൺസേർവും പ്രൊട്ടക്റ്റും ചെയ്യേണ്ടത്? ഭൂമിയിൽ ലഭ്യമായ റിസോഴ്സ് അല്ലെ, എയർ, അതുപോലെ തന്നെ ലാൻഡ്, വാട്ടർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ലഭ്യമായ റിസോഴ്സസ് നമ്മൾ പ്രൊട്ടക്റ്റും കൺസേർവും ചെയ്യണം, പ്രൊട്ടക്റ്റും ചെയ്യണം ഫ്രം മിസ്യൂസ് ആൻഡ് വേസ്റ്റ്ഫുൾ കൺസപ്ഷൻ. നമുക്ക് വെള്ളം ഒരുപാടുണ്ടെന്ന് കരുതിയിട്ട് അതെന്താണ്, അത് നമുക്ക് ഭാവിയിലും വേണ്ടതാണ്. ഓക്കെ, അത് നമ്മൾ നശിപ്പിച്ച് കളയരുത്, അല്ലെങ്കിൽ പൊല്യൂഷൻ ആ രീതിയിൽ നശിപ്പിക്കരുത്. പൊല്യൂഷൻ കൊണ്ടുവന്ന് നശിപ്പിക്കരുത്. എയർ പൊല്യൂഷൻ, അതുപോലെ വാട്ടർ പൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ ഭാവിയിലേക്ക് ഇല്ലാതാക്കരുത്. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? To innovate new technology and scientific techniques which work in unison with the law of nature and are not opposed to it. നമ്മൾ പുതിയ ടെക്നോളജി ഒക്കെ കൊണ്ടുവരുന്ന ഒക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ കാര്യമാണ്. അതെന്താണ്? അതൊരിക്കൽ നമ്മൾ പ്രകൃതിയിൽ ലഭ്യമായ കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള രീതിയിലായിരിക്കരുത്. ഓക്കെ, നമ്മൾ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള രീതിയിലുള്ള ടെക്നോളജി ആയിരിക്കണം, അല്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി ആയിരിക്കരുത്. ഓക്കെ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ ശാസ്ത്രീയമായ രീതികളുമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അല്ലാതെ അതിനെന്താണ് നശിപ്പിക്കുന്ന രീതിയിൽ അതിന് ഓപ്പോസ് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത്. വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ, അവയിലെ നേട്ടങ്ങളും പ്രത്യാഘാതങ്ങളും പരസ്പരം വിശകലനം ചെയ്യപ്പെടേണ്ടത് കൂടിയാണ്. കാരണം എന്താണ്, ഒരു രാജ്യം പുതിയ ടെക്നോളജി കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരിസ്ഥിതിക്ക് നെഗറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ശക്തമായിട്ട് എതിർക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആറ്റോമിക് ബോംബ് പോലുള്ള കാര്യങ്ങളിലെ ആണവ ബോംബും കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഒരു രാജ്യത്തെയും പരീക്ഷിക്കാനും കാര്യങ്ങളൊന്നും വിടാറില്ല. അതൊക്കെ എന്തുകൊണ്ടാണ്? അതൊക്കെ പ്രകൃതിക്ക് കൂടെ നെഗറ്റീവ് ആവുന്നുണ്ട്. ഒരു കാര്യം രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ പ്രകൃതിക്ക് കൂടെ നെഗറ്റീവ് എഫക്റ്റ് കൊണ്ടുവരും അല്ലെ. സോ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയമായ രീതികളുമാണ് നമ്മൾ അവലംബിക്കേണ്ടത്, അല്ലാതെ പ്രകൃതിയെ എതിർക്കുന്ന രീതിയില്ല. ഓക്കെ, ഇന്നോവേറ്റീവ് ടെക്നോളജി എന്താന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവരാം, ഒരു പ്രശ്നവുമില്ല. ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ബട്ട് എന്താണത്? വർക്ക് ഇൻ യൂണിസൺ വിത്ത് ലോ ഓഫ് നേച്ചർ. അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയില്ല, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് കൊണ്ടുവരേണ്ടത്. വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളും അവയിലെ നേട്ടങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും പരസ്പരം വിശകലനം ചെയ്യണം. ഒരു രാജ്യം പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി എന്താണ്, ഏതെങ്കിലും രീതിയിൽ പ്രകൃതിക്ക് ദോഷമാവുന്നുണ്ടോ എന്ന് കൂടെ അവിടെ വിശകലനം ചെയ്യപ്പെടണം. നെക്സ്റ്റ് എന്താണ്? ടു റെസ്പെക്ട് diversity and involve local and indigenous communities for more grassroots oriented and relevant development policies. എന്താണ്? നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വികസനവും കൊണ്ടുവരണം അല്ലെ. അതായത് അടിസ്ഥാന തലം തൊട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. അടിസ്ഥാന തലം എന്ന് പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെക്കിടയെന്ന് വേണം നമ്മൾ വികസന പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പോവേണ്ടത്. അല്ലാതെ മുകളിൽ നിന്ന് കുറച്ച് പേര് പറയുന്ന രീതിയില്ല. ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വേണ്ട രീതിയിലാണ് നമ്മൾ വികസനവും കാര്യങ്ങളും കൊണ്ടുവരേണ്ടത്. അടിസ്ഥാന തലം തൊട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഇതിലെന്താണ്? പ്രാദേശികതയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിറ്റികളും വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടേണ്ടതാണ്. ഇതിൽ നമ്മുടെ ഭാഷ, സംസ്കാരം, സാമ്പത്തികം, പാരിസ്ഥിതിക മൂല്യങ്ങൾ എല്ലാം പരിഗണിക്കപ്പെടണം. ഓക്കെ, ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ കാര്യങ്ങളും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ എന്താണ് അവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം. അവിടെ പല കാര്യങ്ങൾ വരും, ഭാഷ വരും, സംസ്കാരം വരും, സാമ്പത്തികം, പാരിസ്ഥിതിക മൂല്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം, അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടല്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ വരുന്ന പ്രധാനപ്പെട്ട മോട്ടോ എന്താണ്? ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് എന്ന രീതിയിലാണ്
പറയുന്നത്. സോ ആ രീതിയിൽ തന്നെയാണ് UN ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ടു decentralized governance institution and make them more resilient, transparent and accountable to people. എന്താണ് കാര്യം? നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആ ഒരു കേന്ദ്രങ്ങളൊക്കെ വികേന്ദ്രീകരണത്തിൽ ഊന്നിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ജനങ്ങളോട് എന്താണ്? ഭരണ സുതാര്യതയും അതുപോലെ സാമ്പത്തികമായുള്ള ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നത് ജനപങ്കാളിത്തത്തോടുകൂടെ തുറന്ന തീരുമാനങ്ങളാണ് എപ്പോഴും ആ ഓരോരോ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ വിഭാഗങ്ങളും എടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ വികേന്ദ്രീകരണവും അതുപോലെ തന്നെ ജനങ്ങളുള്ള ഭരണ സുതാര്യതയും സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളും ഉറപ്പുവരുത്താനായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ജനപങ്കാളിത്തോടുകൂടിയുള്ള തുറന്ന തീരുമാനങ്ങളാണ് ഇവിടെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്ന രീതിയിൽ അവിടെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. അതാണ് 5ാമത്തെ പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്താണ്? To plan international institutions which recognize the requirement of poor nation and support them to achieve their growth target without destroying the natural wealth and environment. ലോകത്തെ എല്ലാ രാജ്യങ്ങളും എന്താണ്? ഒരേപോലെ ആവണമെന്നില്ലേ? ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കണമെന്നില്ല അമേരിക്ക കുറച്ചുകൂടെ കൂടുതലായിരിക്കണം. അമേരിക്കയും സൊമാലിയയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ വളരെ വലിയ വ്യത്യാസം വരും. സോ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി ഓരോ രീതിയിലാണ്. ചില രാജ്യങ്ങൾക്ക് നമ്മുടെ ഭൂമിയാൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് ആ രാജ്യങ്ങൾ വളർന്നു പോകും. അല്ലാതെയുള്ള ചില രാജ്യങ്ങൾ എന്താണ്? ഒരു രീതിയിലും വളരാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ടാവും. സോ ആ രാജ്യങ്ങളെ കൂടി കൈപിടിച്ച് ഉയർത്തണം. ദരിദ്ര രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ എന്താണ്? പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും നശിപ്പിക്കപ്പെടാതെ എന്താണ്? ദരിദ്ര രാഷ്ട്രങ്ങളുടെ വികസനത്തിനായിട്ട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്യണം. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്, ഇത്തരത്തിൽ ദരിദ്ര രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ നാച്ചുറൽ റിസോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സമ്പന്ന രാജ്യം നേരെ പോയിട്ട് ഞങ്ങൾ സഹായിക്കാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവിടെയുള്ള പ്രകൃതി മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകും അല്ലെ. അങ്ങനെ ചെയ്യരുതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മുൻപ് പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൊള്ളയടിക്കും. അവരെന്ത് ചെയ്യും? ഇത്തരം ദരിദ്ര രാജ്യങ്ങളുടെ അവസ്ഥ മുതലെടുത്തിട്ട് അവരുടെ ആ ഒരു പരിസ്ഥിതി ലഭ്യമായുള്ള കാര്യങ്ങൾ, ചുരുങ്ങിയ കാര്യങ്ങളെ ഉണ്ടാവും, അതും കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോകും. സോ അങ്ങനെ ചെയ്യരുത്. അവരെന്ത് ചെയ്യണം? അവരെ നമ്മൾ കൂടെ പിടിക്കണം അല്ലെ. അവരെ കൂടെ ആ ഒരു ലോകത്തിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കൂടെ പിടിക്കണമെങ്കിൽ മാത്രം നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതായത് ഒരു ഒബ്ജക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് ടു പ്ലാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് റെക്കഗ്നൈസ് ദ റിക്വയർമെന്റ് ഓഫ് പൂർ നേഷൻ ആൻഡ് സപ്പോർട്ട് ദം ടു അച്ചീവ് ദ ഗ്രോത്ത് ടാർഗറ്റ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ വെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. അവരുടെ നാച്ചുറൽ വെൽത്തും എൻവയോൺമെന്റും നശിപ്പിക്കാതെ വേണം ഈ ഒരു വളർച്ച നമ്മൾ സാധ്യമാക്കി കൊടുക്കാൻ. അവസാനത്തെ പോയിന്റ് എന്താണ്? To seek peaceful coexistence of all nations of the world, because only peace can allow the space to innovate for the larger interest of humanity. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്തു, ടെക്നോളജീസ് ഭൂമിക്ക് ദോഷമാകാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവന്നു, അതുപോലെ തന്നെ കാര്യങ്ങൾ എർത്ത് റിസോഴ്സിനെ നമ്മൾ മിസ്യൂസിൽ നിന്നും സംരക്ഷിച്ചു, അതിനെ കൺസേർവും പ്രൊട്ടക്ട് ഒക്കെ ചെയ്തു. ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തുണ്ടായിട്ടും സമാധാനം ഇല്ലെങ്കിൽ കാര്യമില്ല എന്ന രീതിയിൽ നമ്മൾ പറയാറില്ല. അതുപോലെ യുദ്ധവും കാര്യങ്ങളും പ്രശ്നമൊന്നും ഇല്ലാതെ എന്താണ് എല്ലാ രാജ്യങ്ങളും ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നത് കൂടി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഒരു അജണ്ടയായിട്ട് പറയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ എന്താണ് പരസ്പരം സമാധാനത്തിനായിട്ട് പരിശ്രമിച്ചാല് നമ്മുടെ മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന് നന്മയ്ക്കായിട്ട് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പരസ്പര സഹവർത്തിത്വം എന്താണ് വിശ്വാസയോഗ്യമായുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെ നേടിയെടുക്കണം എന്ന രീതിയിലും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ഇത്രയുമാണ് നമുക്ക് ഒബ്ജക്റ്റീവ് എന്ന രീതിയിൽ പറയാനുള്ളത്. ഇവിടെ 7 ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ 7 ഒബ്ജക്റ്റീവ് നമുക്കൊന്ന് ഓടിച്ചു പോകാൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുപോലും നമുക്ക് വിട്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. എന്തൊക്കെയായിരുന്നു? ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഈക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. രണ്ടാമത്തെ എന്താണ്? ടു കൺസേർവ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് മിസ്യൂസ് ആൻഡ് വേസ്റ്റ്ഫുൾ കൺസെപ്ഷൻ. മൂന്നാമത്തെ എന്താണ്? ടു innovate new technology and scientific technique which work in unison with the laws of nature and are not opposed to it. Okay, നാലാമത്തെ എന്താണ്? To respect diversity and involve local and indigenous community for more grassroots oriented and relevant development policies. അഞ്ചാമത്തെ എന്താണ്? To decentralize governance institution and make them more resilient, transparent and accountable to people. ആറാമത്തെ എന്താണ്? To plan international institution which recognize the requirement of poor nation and support them to achieve the growth target without destroying the natural
വെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. അവസാനത്തെ എന്താണ്? ടു സീക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ നേഷൻസ് ഓഫ് ദ വേൾഡ് ബിക്കോസ് ഓൺലി പീസ് ക്യാൻ അലോ ദ സ്പേസ് ടു ഇന്നോവേറ്റ് ഫോർ ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ ഒരു 7 കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ക്ലിയർ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടിയാണ് നോക്കാനുള്ളത്, ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് 4 ഇൻഡിക്കേറ്റേഴ്സ് നോക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, വ്യവസായവൽക്കരണം എന്ന രീതിയിൽ നമ്മൾ പറയും. എന്താണ്? ഒന്ന് നമ്മുടെ വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണം എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബാധിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം, വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമാണ് നഗരവൽക്കരണം അല്ലെ, നഗരവൽക്കരണം നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ അസമത്വങ്ങൾ അഥവാ ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ മലയാളത്തിൽ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അസമത്വങ്ങൾ അഥവാ ഇനീക്വാലിറ്റീസ്. അതുപോലെ വിഭവ വിനിയോഗം അഥവാ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, വിഭവ വിനിയോഗം അഥവാ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഈ 4 കാര്യങ്ങൾ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 4 ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എടുത്ത് പറയാനുണ്ട്. ആദ്യം നമുക്ക് നോക്കാനുള്ള കാര്യം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ വ്യവസായവൽക്കരണമാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടായിരുന്നു വ്യവസായവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തരത്തിൽ നമ്മൾ ആദ്യം നോക്കിയുള്ള 1700 കാലം അല്ലെങ്കിൽ 1800 കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തുമാത്രമാണ് ചിന്തിച്ചത്? വ്യവസായം വരട്ടെ, കൂടുതൽ വ്യവസായം വരട്ടെ, രാജ്യത്തിന്റെ വികസനം വരട്ടെ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിച്ചല്ലേ. പിന്നീട് 2ാം ലോകമായതിനു ശേഷമൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാൻ വേണ്ടി തുടങ്ങി എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് വൈകിയ വേളയിലാണ്. അങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലുള്ള കൺസെപ്റ്റ് വന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ. സോ വ്യവസായവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്ന എന്നാണെന്ന് അറിയാമോ? 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ്, ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ഇംഗ്ലണ്ടാണ് 18th സെഞ്ചുറിയുടെ മിഡിലായിട്ട് ഇംഗ്ലണ്ടിലാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. അങ്ങനെ എന്താണ്? ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ചെറുകിട കർഷകരെ പൂർണ്ണമായിട്ട് എന്താണ് നഗര കേന്ദ്രീകൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കി. ഇത് ഇംഗ്ലണ്ടിൽ എന്താണ് പുതിയ ഫാക്ടറി സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. അതുവരെ സാധാരണ ചെറിയ ചെറിയ കൃഷി ചെയ്തിട്ട് മുന്നോട്ട് ഉപജീവന മാർഗമായിട്ട് പോയിട്ടുണ്ടായിരുന്ന പല കർഷകരെയും ആളുകൾ എന്താണ് ഇങ്ങനെ വ്യവസായങ്ങൾ വന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാണ് ഇനി ഭാവി, ഈ രീതിയിലാണ് പോകുന്നത്, ഇനി നമ്മുടെ രാജ്യത്തിന്റെ വികസനം ഇതിൽ ഊന്നിയിട്ടാണെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലെ. ചെറുകിട കർഷകരൊക്കെ എന്താണ് ചെറുകിട കർഷകരൊക്കെ പൂർണ്ണമായിട്ട് നഗര കേന്ദ്രീകൃതമായുള്ള ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയിലാണ് വ്യവസായവൽക്കരണം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വ്യവസായവൽക്കരണം എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്ന എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 1850 വരെയുള്ള ഒരു 100 വർഷക്കാലം ഉണ്ടല്ലോ. 1750 മുതൽ 1850 വരെയുള്ള 100 വർഷ കാലഘട്ടത്തിലും വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിവിധ ഉൽപാദന യൂണിറ്റുകൾ അവിടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുകയും കൂടുതൽ നേട്ടങ്ങൾ അതിലൂടെ ആ ഒരു ഉൽപാദന യൂണിറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും 100 വർഷം കഴിഞ്ഞിട്ട് 1950 ആകുമ്പോഴാണ് കഥ മാറുന്നത് അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു 1945 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത്. ബട്ട് ആ ഒരു സമയത്ത് 1950 എന്താണ് 1950ന്റെ തുടക്കത്തിൽ പല വടക്കൻ രാജ്യങ്ങളും വളരെ വേഗത്തിലോ വളരെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ രാജ്യം പെട്ടെന്ന് വളരണം എന്ന രീതിയിൽ 2ാം ലോകമായുധം കഴിഞ്ഞല്ലോ, ഇനി എന്താണ് സാമ്പത്തിക ശക്തിയായിട്ട് വളരണം എന്ന രീതിയിൽ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. സോ ഇങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ വേണ്ടി നോക്കും എന്താണ് അതുവരെ ഉണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി റിസോഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. സോ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും വേണ്ട റിസോഴ്സ് മാത്രം എടുത്ത് ചെയ്ത ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ വ്യവസായങ്ങളും കാര്യങ്ങളും എന്താണ് നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൂടുതൽ റിസോഴ്സ് നമുക്ക് എന്താണ് ദുരുപയോഗം ചെയ്യേണ്ടതായിട്ട് വരും. സോ അതാണ് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ആ പ്രകൃതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതായിട്ട് പറയുന്നത്. 1950കളുടെ തുടക്കത്തിൽ എന്താണ് പല വടക്കൻ രാജ്യങ്ങളും വളരെ വേഗത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വ്യവസായവൽക്കരണത്തിലൂടെ ശ്രമിച്ചു. അതിലൂടെ എന്താണ് അമിതമായുള്ള വിഭവങ്ങൾ അവരെന്താണ് ദുരുപയോഗം ചെയ്യുകയും വിഭവങ്ങൾ കൂടുതൽ നഷ്ടപ്പെടുകയും അതിലൂടെ വിഭവങ്ങളുടെ ലോസ് കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ
നമ്മൾ പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ പ്രകൃതിക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ട് വന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. വ്യാവസായികവൽക്കരണത്തിലൂടെ മുൻ സോവിയറ്റ് യൂണിയൻ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ ആറൽ കടലിന്റെ നാശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആറൽ കടലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം, ആണവ മലിനീകരണം, ഉയർന്ന തോതിലുള്ള വായു മലിനീകരണം, ജലമലിനീകരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോമർ USSRൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ദ്രുതഗതിയുള്ള വ്യാവസായികവൽക്കരണത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനോട് നമ്മുടെ പണ്ടത്തെ USSR പിന്നീട് ഡിസ്ഇന്റഗ്രേഷൻ നടന്നു. അവിടെ എന്താണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക ഭദ്രത ഇല്ലാതായി, ആറൽ കടൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആണവ മലിനീകരണം തുടങ്ങി ഉയർന്ന തോതിലുള്ള വായു മലിനീകരണം, ജലമലിനീകരണത്തിലൊക്കെ ഇത് നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1989 ആവുന്ന സമയത്താണ് പല രാജ്യങ്ങൾക്കും എന്താണ് നമ്മൾ വെളിച്ചോദിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പറയില്ല, നമ്മൾ വെളി വന്നു എന്നൊക്കെ പറയില്ല. അത്തരത്തിൽ 1989 ആയ സമയത്താണ് മിക്ക ഭരണകൂടങ്ങളും ഇത്തരത്തിൽ എന്താണ് നമ്മൾ ഭാവി കൂടെ നമ്മൾ നോക്കണം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം എന്ന രീതിയിലൊരു പ്രതിജ്ഞാബദ്ധരായിട്ട് മാറുന്നതൊക്കെ ആ രീതിയിലൊക്കെ വരുന്നത് ആ ഒരു കാലയളവിലാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിൻ റെഡ് ഡേറ്റ ബുക്കിൽ നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും 100-ലധികം ജീവവർഗങ്ങൾ എന്താണ് അനുദിനം വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഓക്കെ, ആ രീതി കൂടെ ഓർത്തേക്കണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ഭാവിക്ക് വേണ്ടി നീക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. പലതും എന്താണ് നമ്മൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡീപ് വാട്ടർ, അതുപോലെ ഡീപ് വാട്ടർ ഹൊറൈസൺ എക്സ്പ്ലോഷൻ, അതുപോലെ തന്നെ ടെക്സാസ് റിഫൈനറി ദുരന്തം, ചെർണോബിൽ ദുരന്തം, ഫിലിപ്സ് ദുരന്തം, ബ്യൂററ്റ് എക്സ്പ്ലോറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സ്ലൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. The industrial revolution began in England sometime after the middle of 18th century and transformed Great Britain from a largely rural population, making a living almost entirely from agriculture to a town-centered society engaged increasingly ഫാക്ടറി മാനുഫാക്ചർ. നേരത്തെ പറഞ്ഞ കാര്യമാണല്ലേ, 18th സെഞ്ചുറി ആയ സമയത്ത് എന്താണ് ഇംഗ്ലണ്ടിലാണ് ഈ ഒരു വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭം കുറിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ചെറുകിട കർഷകർ ആ രീതിയിൽ മാത്രം ജീവിച്ചു പോയിരുന്ന ആളുകളോട് പറഞ്ഞു, ഇനി ഭാവി എന്താണ്? വ്യവസായങ്ങളാണ്, വ്യവസായവൽക്കരണമാണ് വരുന്നത്. സോ നിങ്ങൾ എന്താണ് ഇതൊക്കെ നിർത്തിയിട്ട് ഇതിലേക്ക് വരൂ, നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ഇത്തരത്തിൽ അഗ്രികൾച്ചർ ടൗൺ സെന്റേർഡ് സൊസൈറ്റി ആക്കി കൊണ്ടുവരികയും ചെയ്തു. എ സീരീസ് ഓഫ് ഇൻവെൻഷൻസ് ട്രാൻസ്ഫോംഡ് manufacture of cotton goods in England and gave rise to new mode of production, the factory system. Factory system എന്ന് പറയുന്ന ആ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഡ്യൂറിംഗ് ദ ഇയേഴ്സ് ഫ്രം 1750 to 1830 other branches of industry affected comparable advances and all these together mutually reinforcing one another made possible further gains on an ever widening front. ഓക്കെ, 1750 തൊട്ടിട്ട് 1830 വരെ അല്ലെങ്കിൽ 1850 ആ ഒരു കാലഘട്ടം വരെ എന്താണ് ആ ഒരു കാലഘട്ടം വരെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിവിധ ഉൽപാദന യൂണിറ്റുകൾ പുരോഗതി പ്രാപിക്കുകയും അതിലൂടെ കൂടുതൽ നേട്ടം വരികയും ചെയ്തു. സോ ഇങ്ങനെ നേട്ടങ്ങൾ വരുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇപ്പൊ ലാഭം ഉണ്ടായി, ഇനി ഇതിന്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം എന്ന രീതിയിൽ ചിന്ത വരുമ്പോൾ നമ്മൾ എന്താണ് നാച്ചുറൽ റിസോഴ്സിന് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫ്രം 1950s onward northern countries saw fast economic growth through state-managed industrialization plan that lead to excessive resource use and waste. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല നോർത്തേൺ രാജ്യങ്ങളും വളരെ വേഗത്തിലുള്ള ദ്രുതഗതിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് ലക്ഷ്യമായിട്ട് അവരുടെ സ്റ്റേറ്റ് മാനേജ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പ്ലാനിലൂടെ കൊണ്ടുവരികയും ആ പ്ലാനിലൂടെ എന്താണ് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസിന്റെ ദുരുപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ ദുരുപയോഗം മാത്രമല്ല വേസ്റ്റ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി കാരണമായി പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ആരംഭമായിട്ട് മാറുകയും ചെയ്തു. The legacy of this form of industrial protection in former Soviet Union and Eastern Europe has not only seen economic dislocation but also daunting environmental problems such as death of RLC, nuclear
കണ്ടാമിനേഷൻ ആൻഡ് ഹൈ ലെവൽ ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയനിലും അതുപോലെ പഴയ സോവിയറ്റ് യൂണിയൻ അതുപോലെ ഈസ്റ്റേൺ യൂറോപ്പിൽ അവിടെ എക്കണോമിക് ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല പിന്നീട് ഉണ്ടായത്, അവിടെ എൻവയോൺമെന്റ് നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു. അറൽസി എന്താണ് നശിച്ചു, ഡെത്ത് ഓഫ് അറൽസി സംഭവിച്ചു, ന്യൂക്ലിയർ കണ്ടാമിനേഷൻ ഉണ്ടായി, ഹൈ ലെവൽ ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഒക്കെ നമ്മുടെ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് കാരണം അവിടെ സംഭവിച്ചു. സിൻസ് 1989 മോസ്റ്റ് സച്ച് റെജിംസ് have begun to move toward market-based system of economic organization and economic liberalization, often accompanied by democratization. അതായത് 1989 തൊട്ടിട്ട് പല രാജ്യങ്ങളും മനസ്സിലായി ഇനി അങ്ങോട്ട് പോയാൽ മതിയാവത്തില്ല. ഓൾറെഡി പല സമ്മിറ്റും കാര്യങ്ങളും നടന്നു, അതിലൊക്കെ നമ്മൾ കാര്യങ്ങൾ കണ്ടു. ഭാവിയിലേക്ക് ഇനി നമുക്ക് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തേ മതിയാവത്തുള്ളൂ എന്ന് കണ്ടിട്ട് 1989 തൊട്ടിട്ട് പല രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രതിജ്ഞകളും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് വരികയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളും അതിൽ ഭാഗമായിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം അല്ലെങ്കിൽ UNEP's റെഡ് ഡാറ്റ ബുക്ക് estimate that 25% of species are about to face extinction as more than 100 species are becoming extinct every day. അതായത് 25% ജീവജാലങ്ങൾ എന്താണ്, സ്പീഷീസ് എന്താണ്, എക്സ്റ്റിൻഷന്റെ വക്കത്താണ്. ദിനം പ്രതി 100-ലധികം സ്പീഷീസ് എന്താണ് എക്സ്റ്റിന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ടെന്ന് UNEPയുടെ റെഡ് ഡാറ്റ ബുക്ക് കണക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു സങ്കടകരമായുള്ള കാര്യം കൂടിയുണ്ട്. അൺമൈൻഡ്ഫുൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് ഓൾസോ ലെഡ് ടു ഫാറ്റൽ ആക്സിഡന്റ് ആസ് സീൻ ഇൻ ഭോപ്പാൽ, ചെർണോബിൽ, എക്സോൺ വൈൽഡസ്. സോ ഇത്തരം പ്രദേശങ്ങൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കാതെയുള്ള അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരികയാണ്. നമുക്ക് ലാഭം മാത്രം മതി, അല്ലാതെ ആ ചെർണോബിലും അതുപോലെ ഭോപ്പാലൊക്കെ എന്താണ്, ഭോപ്പാലൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഭോപ്പാല് ആ ഒരു ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ മാൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ട് അവിടെ. അതിൽ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭോപ്പാലിലൊക്കെ എന്താണ് ആ ഒരു കാലപ്പഴക്കം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, മെയിൻ്റെനൻസ് ഒക്കെ നഷ്ടമാണ്, നമുക്ക് ലാഭം മാത്രം കിട്ടിയാൽ മതി എന്ന രീതിയിലെ ചിന്തയാണ് അല്ലെ. ചെർണോബിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നും എന്താണ് ആ ഒരു ചെർണോബിൽ ആണവ ദുരന്തത്തിന്റെ ഒക്കെ വ്യാപ്തി നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പല തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് is a reaction to the threatening speed of industrial activity undertaken by the state, both rich or poor. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്തേണ്ടതായിട്ട് വന്നു, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെ, പ്രകൃതിക്ക് നെഗറ്റീവായിട്ട് മാറുന്ന ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. അതിപ്പം ഏത് രാജ്യങ്ങൾ എടുത്താലും, ധനികരായുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഡെവലപ്ഡ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും, പൂർ കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം ഒരുപോലെ തന്നെയാണല്ലേ. നശിക്കേണ്ട പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് ആണ് അർബനൈസേഷൻ. അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്, വ്യവസായവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നഗരവൽക്കരണം എന്ന രീതിയിൽ പറയുന്നത്. പ്രധാനമായിട്ട് കന്നുകാലി വളർത്തലും ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനവും ഗ്രാമങ്ങളെ പരിപോഷിപ്പിക്കുക, ഇതൊക്കെ ഈ പറയുന്ന അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നഗരവൽക്കരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. കന്നുകാലി വളർത്തല്, ഭക്ഷണ സാധനങ്ങളുടെ ഉൽപാദനം, അതുപോലെ തന്നെ ഗ്രാമവനങ്ങളെ പരിപോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നഗരവൽക്കരണത്തിന്റെ കാര്യം നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു ആസൂത്രണമോ നിയന്ത്രണമോ ഇല്ലാത്ത നഗരവൽക്കരണം ഗതാഗതം, ആശയവിനിമയ സംവിധാനം, ജലവിതരണം, ശുചിത്വം, ഊർജ സംവിധാനങ്ങൾ എന്നിവ ഒരു വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കാതെ വരുന്നു. എന്താണ്, ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് അത് ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കാതെ വരികയും അവരെന്താണ് ഒരു ജനവിഭാഗം ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. സോ ഇതും എന്താണ് അർബനൈസേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ നയിച്ചൊരു കാര്യമാണ്. ഈ ഒരു അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം കാരണം പ്രധാനമായിട്ട് 3 രീതിയിലുള്ള ദരിദ്രത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ഭവനരഹിതർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സ്വന്തമായിട്ട് വീടും കാര്യങ്ങൾ നശിച്ച വിഭാഗം അല്ലെങ്കിൽ ഭവനരഹിതർ അല്ലെങ്കിൽ ദ ഹോംലെസ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ വിഭാഗമാണ് ദോസ് ലിവിംഗ് ഇൻ സ്ലംസ്, അതായത് ചേരികളിൽ താമസിക്കുന്നവര്. മൂന്നാമത് വരുന്നത് സ്ക്വേറ്റേഴ്സ് ഓക്യുപ്പൈ ഇല്ലീഗൽ
ഷാൻറ്റി ടൗൺസ് എന്ന രീതിയിൽ അനധികൃതമായിട്ടുള്ള കുടിലുകളിൽ കൈവശം വെച്ച് താമസിക്കുന്ന കുടിയേറ്റക്കാർ എന്ന രീതിയിൽ 3 ദരിദ്രരായുള്ള ആളുകൾ നമുക്ക് ഈ ഒരു അർബനൈസേഷന്റെ റിസൾട്ട് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ചോദ്യം വരും, നഗരവൽക്കരണത്തിന് കാരണമായിട്ട് 3 തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് ആരൊക്കെയാണെന്ന രീതിയിൽ ചോദ്യം വരും. ഓക്കെ, അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. സോ അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ റിലേഷൻ ഓഫ് അർബനൈസേഷൻ വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് വെരി ക്ലോസ്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമാണ് ഈ ഒരു അർബനൈസേഷൻ ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് റിസൾട്ട് ഇൻ എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ്. ഈ പറയുന്ന വ്യവസായവൽക്കരണം അല്ലെ, വ്യവസായവൽക്കരണം വന്നപ്പോൾ എന്താണ്? നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറി സിറ്റീസിലേക്ക് നമ്മൾ മാറി. ഗ്രാമങ്ങളിൽ നിന്നും എന്താണ് സിറ്റീസിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറുകയും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അല്ലെ. ആ കന്നുകാലി വളർത്തല്, ഭക്ഷണ സാധനങ്ങളുടെ ഉൽപാദനം, ആ ഗ്രാമ വനങ്ങളെ പരിപോഷിപ്പിക്കുന്നു. അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വരാം. സോ ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് റിസൾട്ട് ഇൻ എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ്. ദ സ്പ്രെഡ് ഓഫ് സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺസ് on one hand leads to the loss of agricultural land, including forest resource, and the intense unmanageable migration towards the cities on other hand. So ഇത്തരത്തിൽ നമ്മൾ എന്താണ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ സിറ്റീസിലേക്ക് മാറുകയും അതിലൂടെ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ലാൻഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടമാവുകയാണ്. ഫോറസ്റ്റ് റിസോഴ്സും കാര്യങ്ങളും നമുക്ക് മെല്ലെ മെല്ലെയായിട്ട് നഷ്ടമായിട്ട് മാറുകയാണ് അല്ലെ. സ്പ്രെഡ് ഓഫ് സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺ ഓൺ വൺ ഹാൻഡ് ലീഡ്സ് ടു ലോസ് ഓഫ് agriculture land, including forest resource, and intense and unmanageable migration towards the cities on other hand. 2 കാര്യങ്ങൾ സംഭവിച്ചു അല്ലെ. ഒന്ന് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ലാൻഡ് നഷ്ടമായി. രണ്ടാമതെന്താണ്? നമ്മുടെ ഗ്രാമങ്ങളുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ഗ്രാമങ്ങൾ നഷ്ടമായിട്ട് ആളുകൾ സിറ്റിയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. The level of urbanization in India has increased from 25.4% in 1970 to 33.6% in 1990 and is expected to rise 57% by the year 2025. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല പ്ലാനിങ്ങും കാര്യങ്ങളും റൂറൽ അതുപോലെ അർബൻ എന്ന രീതിയിൽ 2 രീതിയിലാണ് നൽകുന്നത് അല്ലെ. അതെന്തുകൊണ്ടാണ്? 2 വിഭാഗം ജനങ്ങളും നമുക്ക് ലഭ്യമായിട്ടുള്ളത് കൊണ്ടാണ്. അതിന്റെ കണക്കുകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. 1970 25.4% ആളുകൾ മാത്രമാണ് ഈ ഒരു അർബൻ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് വെറും 20 വർഷം കൊണ്ട് 33.6% വളർന്നിട്ടുണ്ട്. ഇനി 2025 അടുത്ത വർഷമാകുമ്പോൾ അത് പകുതിക്ക് മുകളിലാവും എന്ന് പറയുന്നുണ്ട്. 57% ആളുകൾ ഗ്രാമങ്ങളിൽ ഉള്ള ആളുകളിൽ അർബനൈസേഷൻ അർബൻ പ്രദേശങ്ങളിലുള്ള ആളുകളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. Uncontrolled and unplanned expansion of towns and cities with a large population has overwhelmed transport, communication, water supply, sanitation, and the energy system, resulting in the growth of urban poor and unemployed population with the precarious health problem. നമ്മൾ എന്താണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാണല്ലേ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെയുള്ള അർബനൈസേഷൻ പോലുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, എനർജി സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് പല രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള നെഗറ്റീവ് ഫലങ്ങൾ നമുക്ക് വരും. തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതൊന്നും ലഭിക്കാത്ത രീതിയിൽ വരും. എന്തുകൊണ്ടാണ്? അൺപ്ലാൻഡ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ദർ ആർ 3 ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഓഫ് പുവർ അർബൻ ഡ്വെല്ലേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നഗരവൽക്കരണം 3 തരത്തിൽ ദരിദ്രരെ സൃഷ്ടിച്ചു. ഒന്നെന്താണ്? ദ ഹോംലെസ്, അതായത് ഭവനരഹിതർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ. രണ്ടാമത്തത് ദോസ് ലിവിംഗ് ഇൻ സ്ലംസ്, അതായത് ചേരികളിൽ താമസിക്കുന്നവർ. മൂന്നാമത്തത് സ്ക്വയറേഴ്സ് ഓക്യുപ്പൈ ഇല്ലീഗൽ ഷാൻറ്റി ടൗൺസ്, അതായത് അനധികൃത കുടിലുകൾ കൈവശം വെച്ചിരിക്കുന്ന കുടിയേറ്റക്കാർ എന്ന രീതിയിൽ 3 വിഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഏതൊക്കെയാണ്? ഈ പറഞ്ഞ അർബൻ ഡെവലപ്പേഴ്സ് എന്ന രീതിയിൽ 3 കാറ്റഗറി ചോദ്യം വന്നേക്കാം. ദ ഹോംലെസ്, ദോസ് ലിവിംഗ് ഇൻ സ്ലംസ്, സ്ക്വയറേഴ്സ് ഓക്യുപ്പൈ ഇല്ലീഗൽ ഷാൻറ്റി ടൗൺസ്. ദ ബേസിക് സർവീസ് സച്ച് ആസ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ റിമെയിൻ ഇൻആക്സസിബിൾ ടു ദ അർബൻ പുവർ. അർബൻ ഏരിയയിൽ പാവപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ലഭ്യമാവാത്ത അവസ്ഥ കൂടിയുണ്ട്. വാട്ടർ സപ്ലൈ ആയാലും സാനിറ്റേഷൻ ആയാലും അവർക്ക് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള അർബൻ ഡെവലപ്പേഴ്സിന് ലഭ്യമാവാത്ത സാഹചര്യം വരുന്നുണ്ട്. ദ ലാക്ക് ഓഫ് ദീസ് സർവീസ് അലോങ് വിത്ത് malnourishment and disease like diarrhea and tuberculosis etc keep them in ill health. അതായത്
ഇത് കൂടാതെ ഈ ഒരു വാട്ടർ സപ്ലൈ ഇല്ല, സാനിറ്റേഷൻ ഇല്ല, ന്യൂട്രീഷനും കാര്യങ്ങളും ലഭിക്കുന്നില്ല. അതൊക്കെ എന്താണ് പല അസുഖങ്ങളിലേക്കും അവരെ നയിക്കും അല്ലെ. ഡയേറിയ, ട്യൂബർക്ലോസ് പോലുള്ള പല അസുഖങ്ങളിലേക്കും പിന്നീട് അവരുടെ ഭാവി ജീവിതം എന്താണ്, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതങ്ങൾ അസുഖങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് സിറ്റീസ് പലപ്പോഴും എന്താണ് ഡംപ് യാർഡ്സ് ആയിട്ട് മാറാറുണ്ട് അല്ലെ. വേസ്റ്റും കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് നമുക്ക് മണത്തിട്ട് പോകാൻ വേണ്ടി പോലും പറ്റാത്ത പല പ്രദേശങ്ങളും പല സിറ്റീസിലും കാണാറുണ്ട്. ആ രീതിയിലാണ് സിറ്റി മുന്നോട്ടേക്ക് പോകുന്നത്. സിറ്റീസ് ഓഫൺ ഹാവ് ബിക്കം ഡം യാർഡ് ഓഫ് ഗാർബേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. സോ ഇതൊക്കെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ദിസ് ഹാസ് given rise to environmental problem like the air and water pollution with the fatal consequence sometimes. So ഇങ്ങനെ എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടുപോയിട്ടിടുന്നത് പലപ്പോഴും ഭൂമിയിൽ കൊണ്ടുപോയിട്ടിടുമ്പോൾ ഭൂമി നശിക്കും, വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിടും, പുഴകളിൽ കൊണ്ടുപോയിട്ടിടുമ്പോൾ എന്താണ് ആ ഒരു പ്രദേശങ്ങൾ നശിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പരിണിത ഫലമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇനീക്വാലിറ്റീസ് അഥവാ അസമത്വങ്ങൾ എന്ന് പറയും. അസമത്വങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തുവിട്ടു, ഇന്ത്യയുടെ റാങ്കിങ് ഇത്രയാണെന്ന രീതിയിൽ പറയാം അല്ലെ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തു വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായുള്ള മാനദണ്ഡങ്ങളുണ്ട്, പല കാര്യങ്ങളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളിൽ രാജ്യങ്ങൾക്ക് ഓരോരോ രീതിയിലുള്ള പോയിന്റ് നൽകും, എന്നിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പലപ്പോഴും ഇന്ത്യ എന്താണ് താഴോട്ടാണ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലെയുള്ള വിഭാഗങ്ങൾ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കും അല്ലെ. അതിലൂടെ എന്താണ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല രീതിയിലുള്ള ഇനീക്വാലിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP വികസിപ്പിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വിവിധ കാറ്റഗറിയിൽ പെടുന്ന യുണൈറ്റഡ് നേഷന്റെ ശാഖകളൊക്കെ ചേർന്നിട്ട് എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും മറ്റ് ഏഷ്യൻ, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വിവിധ സംഘടനകളുടെ സഹായത്തോടുകൂടി സൂചികകൾ തയ്യാറാക്കുന്നു. എന്നിട്ട് രാജ്യങ്ങളുടെ പെർഫോമൻസ് അവിടെ വിലയിരുത്തുന്നു. മനുഷ്യർക്ക് എത്രത്തോളം എന്താണ് ഏതൊക്കെ രീതിയിൽ വാല്യൂ നൽകുന്നുണ്ടെന്ന് ഈ ഒരു പട്ടികയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ന്യൂ ഇൻഡിസസ് എക്സാമ്പിൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് തയ്യാറാക്കുന്നത്. ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദ്യം വരും. ടു സ്റ്റഡി ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഹാവ് ബോട്ട് ഇൻ ദ ഫോക്കസ് ദ വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കൺട്രീസ് ഓഫ് നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ, ആ രീതിയിൽ രാജ്യങ്ങളുടെ അസമത്വവും കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. ഓൺ വൺ ഹാൻഡ് എ വെൽത്തി മൈനോറിറ്റി ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് കൺസ്യൂമിങ് at an unsustainably high level, causing disproportionate damage to global ecosystem while protecting only their local environment. പല രാജ്യങ്ങളും എന്താണ് ചെയ്യുന്നത്, പല രാജ്യങ്ങളും അവരുടെ പ്രദേശങ്ങൾ മാത്രം സംരക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ് ഇന്ത്യ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട 0% പൊല്യൂഷൻ ആണ് ഇന്ത്യ പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ എല്ലാ രീതിയിലുള്ള പൊല്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കാര്യമില്ല അല്ലെ. എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം. സോ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പോലുള്ള പല കാര്യങ്ങളും പുറത്തു വിടുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന എന്താണ് ലോക ജനസംഖ്യയുടെ ഒരു സമ്പന്ന ന്യൂനപക്ഷം വിഭവങ്ങളുടെ സമാഹരണം നടത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിഭവങ്ങളുടെ സമാഹരണം ദരിദ്ര രാജ്യങ്ങൾ എന്താണ് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺ അതർ ഹാൻഡ് എ പുവർ ലാർജർ ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് proportion of the world's population being forced by poverty to degrade the natural resource base on which it is directly dependent. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത വിഭവ സമാഹരണത്തിലൂടെ എന്താണ് ദരിദ്ര ജനങ്ങളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. The developing countries with 77% of world population generate only 15% of world income. ലോകത്തെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, അത് ലോകത്ത് 77%. ലോകത്തെ ഇൻകത്തിന്റെ 15% മാത്രമേ ആ ഒരു രാജ്യങ്ങൾ സമാഹരിക്കുന്നുള്ളൂ. ബാക്കി 85% സമാഹരിക്കുന്ന ആരാണ്? ബാക്കി വരുന്ന 33% പേരും 33 23 ആണല്ലേ. ഓക്കെ, 23% വരുന്ന ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. The UNDP estimated in the last decade that the number of poor is going to increase in the coming decades. അതുപോലെ UNDP ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇനി വരും വർഷങ്ങളിൽ പല ലോകരാജ്യങ്ങളിൽ എന്താണ് പട്ടിണിയും ദാരിദ്ര്യവും റാപ്പിഡായിട്ട് കൂടിക്കൊണ്ടിരിക്കും എന്ന രീതിയിലും കണക്കുകൾ
പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടി അവിടെ നിന്ന് ഓർത്തു വെക്കണം. നമ്മൾ ഇനീക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ അഥവാ വിഭവ വിനിയോഗം തീർച്ചയായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ. ഓരോ രാജ്യവും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 4 വിഭവങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ലാൻഡ് അഥവാ ഭൂമി. 2, വെള്ളം അഥവാ വാട്ടർ. 3, വായു അഥവാ എയർ. 4, ഫോറസ്റ്റ് അഥവാ വനം. ഓക്കെ, ഓരോ രാജ്യം എന്നാണ് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പ്രകാരം സംരക്ഷിക്കുന്ന പ്രധാന വിഭവങ്ങളാണ് ഭൂമി, വെള്ളം, വായു, വനം. 4 major resources of this earth which are taken care of by every nation individually as well as through the international agreement. എന്തൊക്കെയാണ്? ലാൻഡ്, വാട്ടർ, എയർ, ഫോറസ്റ്റ്. ചോദ്യം വരാം. ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉടമ്പടികളിലൂടെ സംരക്ഷിക്കുന്ന 4 റിസോഴ്സ് ഏതൊക്കെയാണ്? ലാൻഡ്, വാട്ടർ, എയർ, അതുപോലെ ഫോറസ്റ്റ് ആണ്. വിവിധ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പഠനം സൂചിപ്പിക്കുന്നത് വികസിത രാജ്യങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങളും അതുപോലെ ദരിദ്ര രാജ്യങ്ങളും ഉപയോഗിക്കുന്നതിന്റെ ഇരട്ടിയിലധികം വിനിയോഗം നടത്തുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും അതുപോലെ പുവർ കൺട്രീസും ഉപയോഗിക്കുന്നുണ്ട് എത്രയോ മടങ്ങിരട്ടി വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായുള്ള യൂട്ടിലൈസേഷൻ അല്ല വരുന്നത്. റിസോഴ്സ് യൂട്ടിലൈസേഷനിലും ഇനീക്വാളിറ്റി ശക്തമായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് സച്ച് ആസ് G8 അവിടെ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് വരുന്ന US, ജപ്പാൻ, ജർമ്മനി, UK, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, റഷ്യ, ഇതാണ് G8 കൺട്രീസ് അല്ലെ. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് യൂറോപ്യൻ യൂണിയൻ വിച്ച് ഹാവ് ലെസ് ദാൻ 23% ഓഫ് വേൾഡ് പോപ്പുലേഷൻ. ലോക പോപ്പുലേഷന്റെ 23% മാത്രം വരുന്ന രാജ്യങ്ങളും അതുപോലെ ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അവര് കൺസെപ്ഷൻ നോക്കി അവരുടെ ഹാവ് ബീൻ കൺസ്യൂം resource that are several times more than that being consumed by the whole Asia, Latin America, African taken together. ഇവിടെയുള്ള ഈ പറയുന്ന 23% മാത്രം പോപ്പുലേഷൻ, 23% മാത്രം വരുന്ന ഈ രാജ്യങ്ങളിലോ ഇവരാണ് എത്രയോ മടങ്ങ് റിസോഴ്സ് ഉപയോഗിക്കുന്നത്. കൃത്യമായുള്ള യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ വിഭവങ്ങളുടെ വിതരണമാണെങ്കിൽ അങ്ങനെയല്ല വരേണ്ടത് അല്ലെ. ഇവിടെ ഇത്തരം സമ്പന്ന രാജ്യങ്ങളിൽ നിന്നാണ് അവർ വീണ്ടും വീണ്ടും സമ്പന്നരായിട്ട് മാറുകയും ദരിദ്ര രാജ്യങ്ങൾ വീണ്ടും വീണ്ടും ദരിദ്രരായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ഏഷ്യ, അതുപോലെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ ഒരുപാടുണ്ട്. ബട്ട് അതിന് ആനുപാതികമായ റിസോഴ്സ് നമുക്ക് ലഭ്യമായിട്ട് വരുന്നില്ല. പിന്നെ ആര് കൊണ്ടുപോകുന്നു? കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ കുറഞ്ഞ G8 അതുപോലെ തന്നെ OECD, യൂറോപ്യൻ യൂണിയൻ ഒക്കെ കൊണ്ടുപോകുന്നു അല്ലെ. Contrary, the poor countries are so laden and debt that to repay the debt are forced to over extract the resource and sell it to rich nation. ഇതിന്റെ പരിണിത ഫലം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് നയിക്കുന്നത്? ദരിദ്ര രാജ്യങ്ങളും അവരുടെ കടം തീർക്കാനോ അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡെവലപ്ഡ് കൺട്രീസിനെ ആശ്രയിക്കുകയും തങ്ങളുടെ സ്വന്തമായ പല നാച്ചുറൽ റിസോഴ്സും അവർക്ക് പാട്ടമായിട്ട് നൽകുകയും അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് പതിച്ചു നൽകേണ്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. സോ 4 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്ന്, വ്യവസായവൽക്കരണം അഥവാ ഇൻഡസ്ട്രിയലൈസേഷനോട് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഫാക്ട് ഓർത്തു വെച്ചാൽ മതി. അത് അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചോദ്യം വന്നേക്കാം, കണക്ട് ചെയ്ത് എഴുതുന്ന രീതിയിൽ വന്നേക്കാം. അതുപോലെ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനീക്വാലിറ്റീസും അവസാനമായിട്ട് വിഭവ വിനിയോഗം അഥവാ റിസോഴ്സ് യൂട്ടിലൈസേഷനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മുഴുവനും. ഇനി നമുക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടിയാണ് ചർച്ച ചെയ്യാനുള്ളത്. ആ ഒരു ക്ലാസ്സിൽ അതായത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന രീതിയിൽ SDG നിങ്ങൾ കേട്ടില്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന രീതിയിൽ ഇന്ത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരുന്നുണ്ടല്ലേ. അതിൽ 17ഓളം ഗോൾസ് UN-ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിന് മുൻപുള്ള ഒരു കാര്യമുണ്ട്, മില്ലേനിയം വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 8ഓളം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുണ്ട്. അതിനുശേഷം UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഇന്ത്യയുടെ റോൾ നോക്കാനുണ്ട്, കേരളത്തിന്റെ റോള് കൂടെ നമുക്ക് അവിടെ നോക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഐശ്വര്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഒരു ഭാഗം കഴിഞ്ഞെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഡൗട്ട് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം. അതുപോലെ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഒന്നിച്ച് വരുമെന്നല്ല, ഈ ഒരു
ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ 12 മാർക്കാണല്ലേ. സോ 12 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ചിലപ്പം നമ്മൾ ഈ പഠിച്ച 3 ക്ലാസ്സിൽ നിന്ന് ചിലപ്പം 1-2 മാക്സിമം 2 ചോദ്യമൊക്കെയാണ് അല്ലെങ്കിൽ 1 ചോദ്യമൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒബ്ജക്റ്റീവ് ആണ് അല്ലെ. ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് പേരുകളിലെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളും, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്